എൻ്റെ പൊന്ന് ദൈവമേ ഗൈസ്, നിങ്ങൾ ഈ കഥ ഒന്ന് കേട്ടോക്ക്. എൻ്റെ ദൈവമേ, മസ്തിഷ്ക സൂര്യൻ. ഞാൻ ഇപ്പോൾ ഒന്ന് ടി വി അതിൻ്റെ ന്യൂസ് കണ്ടതേയുള്ളൂ. ടി വി അണയ്ക്കാൻ മറന്നുപോയി, അത് കണ്ട് ഷോക്കായിട്ട്. അതുകൊണ്ട് ഞാൻ അണച്ചിട്ട് പോയാണ് ഗൈസ്. എൻ്റെ ദൈവമേ, മസ്തിഷ്ക സൂര്യൻ. ഇന്ന് രാത്രി മസ്തിഷ്ക സൂര്യൻ വരും ഗൈസ്. അതിന് മുമ്പ് എൻ്റെ ഡ്രസ്സ് മാറണം. അയ്യോ, എൻ്റെ സൂപ്പർ പവർ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു റോബോയ്ക്ക് പോയാലോ? അതായിരിക്കും നല്ലത്. എൻ്റെ ദൈവമേ, ഒരു റോബറിക്ക് പോകണമായിരിക്കും നല്ലത്. ഈ മാസ്കും പിന്നെ ഒരു കറുത്ത ഉടുപ്പും പിന്നെ ഇത് മതി. തൊപ്പി വേണ്ട, ഒരു ബാഗും വേണ്ട. അതെ, ഈ റോബറി എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതൊരു സാധാ റോബറിയാണ് ഗൈസ്. ഇതൊരു ചെറിയ ഒരു മുത്താണ്. ഈ മുത്തിനില്ലേ 100 ലക്ഷമാണ്. അതായത് 1 കോടി രൂപയാണ് ഇതിനുള്ള. അപ്പം ഈ 1 കോടി രൂപ ഞാനൊന്ന് ഇല്ലേ, ഈ 1 കോടി രൂപ വെച്ച് ഇല്ലേ, ഞാൻ ആ ന്യൂസ് വീണ്ടും കാണാൻ പോവാണ്. എൻ്റെ ദൈവമേ, എനിക്ക് കണ്ടതിൻ്റെ ആ ഡ്രാമ ഇതുവരെ പോയിട്ടില്ല. എനിക്കത് ചെയ്യണമായിരുന്നു, അല്ല എനിക്കത് കാണണമായിരുന്നു. എൻ്റെ ദൈവമേ, ഇവിടെ താഴേക്ക് അവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണം. ഒന്ന് പോടോ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ ഗൈസ്, എന്താണ് ഒന്നും ചെയ്യാനില്ല. എൻ്റെ ദൈവമേ, ബാങ്കല്ല, ഒരു വീടാണ് റോബർ ചെയ്യാൻ പോണം. ഒരു വീടാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ ഒരു റിച്ച് പുള്ളിയുണ്ട്. അങ്ങേരെ ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പോവാ. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗൈസ്. ഇങ്ങേറെ ഇത് അതെ, എൻ്റെ റൈറ്റ് ഇരിക്കണം. ഇങ്ങേറെ വീട്ടിലാണ് ഞാൻ ഇന്ന് റോബറി ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു മുത്താണ്. ആ മുത്തിന് 1 കോടി രൂപയാണ്. 100 ലക്ഷം. അയ്യോ, 100 ലക്ഷം 1 കോടി തന്നെ. അപ്പം ഇല്ലേ, എന്താ നമുക്ക് റോബറി ചെയ്താലോ? അതിനു മുമ്പില്ലേ, ഞാൻ സോമനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ഇല്ലേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ചെയ്തു നോക്കാം, അല്ല വിളിച്ചു നോക്കാം. തെറ്റിപ്പോയി ഗൈസ്, എനിക്കെല്ലാം തെറ്റിപ്പോവും ഗൈസ്. ഫസ്റ്റ് തോക്ക് RPG വേണ്ട, എന്നാൽ ഈ വീട് തന്നെ കത്തിപ്പോവും. അല്ല, വീട് കത്തിപ്പോകുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് കത്തിക്കണ്ട, അത് തന്നെ. എൻ്റെ ദൈവമേ ഗൈസത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. സോമനെ വിളിക്കട്ടെ. 08123 ബാക്കി 5 നമ്പേഴ്സായി. ഇനി 45 എത്രയായിരുന്നു? 423 യെസ്. അവനെ വിളിച്ച് അവൻ്റെ അടുത്ത് ഞാൻ റോബറി ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും അവനും കൂടെ റോബറി ചെയ്തു ഗൈസ്. ആ ചെറിയ മുത്ത് കെട്ടി. അങ്ങനെ അതിൻ്റെ പകുതി അവൻ മേടിച്ചുകൊണ്ട് പോയി, അതിൻ്റെ പകുതി ഞാനും മേടിച്ചുകൊണ്ട് പോയി. അവൻ പോയി. അതിപ്പോൾ അവൻ ഇല്ല, ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാണ്. ഓ എൻ്റെ ദൈവമേ, എന്തുമായിരിക്കും ഇന്ന് രാത്രി? അപ്പം ഈ മസ്തിഷ്ക സൂര്യൻ ഇല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലേ, ഈ ലോകം തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇല്ലേ, മസ്തിഷ്ക സൂര്യൻ എന്തിനും നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആയിരിക്കും. അല്ല, അറിഞ്ഞൂടെ ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആയിരിക്കും. എന്തിന് ഞാൻ ഇത് 3 വട്ടം ഇപ്പം പറയല്ല. അല്ല ഗൈസ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആയിരിക്കും അങ്ങനെ ഒരു സാധനമേ ഇല്ലയെന്ന്. പക്ഷേ അറിയായിരിക്കും അങ്ങനെ ഒരു സാധനമേ ഇല്ലായിരുന്നു എന്ന്. പക്ഷേ അധികം വൈകാതെ ഞാൻ ഉദ്ദേശിച്ച പോലെ മസ്തിഷ്ക സൂര്യൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായല്ലോ. കാലാവസ്ഥ നിരീക്ഷകർ ഇല്ലേ, ഇപ്പം അതിനെക്കുറിച്ചാണ് ഇപ്പം ചർച്ച. എന്തിനെന്ന് എനിക്കറിഞ്ഞൂടാ, അതിനെക്കുറിച്ചാണ് ഇപ്പം ചർച്ച. എൻ്റെ ദൈവമേ, അയ്യോ, എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇപ്പം മസ്തിഷ്ക സൂര്യൻ വരും, അതിനെ ആർക്കും തരാൻ പറ്റൂല. പക്ഷേ ഞാൻ ഇല്ലേ ഒരു ജെറ്റ് പൈലറ്റ് ആയതുകൊണ്ടില്ലേ, ഞാൻ ആ ജെറ്റ് വെച്ച് ഞാനില്ലേ
ആ ജെറ്റ് വെച്ച് ഞാൻ ബഹിരാകാശത്ത് പോവും. ജെറ്റ് വെച്ച് ശരിക്കും ബഹിരാകാശത്ത് പോകാൻ പറ്റില്ല, റോക്കറ്റ് വെച്ചാണ് പോകണം. പക്ഷെ ഞാൻ ഇല്ലേ ജെറ്റ് വെച്ച് ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. അപ്പം ബഹിരാകാശത്ത് ഞാൻ പോയിട്ട് ഇല്ലേ ആ ഓസോൺ പാളിയിൽ നിന്ന് ഞാൻ ശരിയാക്കും. ഓസോൺ പാളിയിൽ നിന്നാണ് ഈ മസ്തിഷ്ക സൂര്യൻ ഉണ്ടായത്. അതിൻ്റെ കണ്ണിലോട്ട് ആരെങ്കിലും നോക്കിയില്ലേ അപ്പം തന്നെ അവർക്കും മസ്തിഷ്ക രോഗം പിടിച്ചാൽ തന്നെ ഇല്ല അവർ ഇനിയും തൊട്ട് മസ്തിഷ്ക സൂര്യൻ്റെ അടിമയായി പോയാൽ എന്ത് പറ്റും? ഞാൻ അതിനകത്ത് നോക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ അടിമയാവാൻ നോക്കിയതാണ്. പക്ഷേ ഇല്ലേ ഞാൻ പകുതി അതിൻ്റെ അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ ഇത് പോയി, എൻ്റെ കണ്ണിൻ്റെ സെൻസർ പോയി. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അടിമയാവാൻ ഞാൻ നോക്കിയതല്ല, അതെന്നെ അടിമയാക്കാൻ നോക്കിയതാണ്. അതെന്നെ ആ മസ്തിഷ്ക സൂര്യൻ എന്നെ ആക്കാൻ നോക്കിയതാണ്. ഇന്ന് ഞാൻ മസ്തിഷ്ക സൂര്യനെ ഇട്ടുകൊടുക്കൂല. ഒരു ദിവസം മസ്തിഷ്ക ചന്ദ്രനും വരും രാത്രി. രാത്രിയല്ല രാവിലെ. ഇന്ന് രാത്രിയാണ് മസ്തിഷ്ക സൂര്യൻ വരണത്. ഇന്ന് രാവിലെ ചന്ദ്രനും വരും. എന്ത് ചെയ്യണ ഗൈസ്? ഞാനൊക്കെ വിഷമത്തിലാണ്. എൻ്റെ ഈ ലോകം അത് പോകും. ഞാൻ എന്തിനാണോ ഇനി എന്ത് ചെയ്യാനാ ഗൈസ്? മെയ് 2 മസ്തിഷ്ക സൂര്യൻ വന്ന ഇല്ലാത്തൊരു സാധനം ഉണ്ടായി വന്നെന്ന് വിചാരിച്ചോ? അല്ല, ഇല്ലാത്ത സാധനം ഉണ്ടായി വന്നെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ ഗൈസ്? ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇല്ലേ ഈ ലോകത്തിനെ അറിയിപ്പിക്കാതിരിക്കണായിരിക്കും നല്ലത്. രാത്രി 11 മണിക്കാണ് വരണം ഗൈസ്. അപ്പം ഇല്ലേ നേരത്തെ 10 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങും. അപ്പം ഇല്ലേ ആ 11 മണിയില്ലേ 11 മണിയാകുമ്പം ഞാൻ നോക്കാം. ഇവിടുത്തെ എല്ലാ ജിമ്മും കൂടെ ചെയ്തിട്ട് പോവാം. എൻ്റെ ദൈവമേ, ഇതെന്തൂന്ന് അമ്മേ, എൻ്റെ ദൈവമേ. ഇന്ന് രാത്രി 11 മണി. അങ്ങനെ അവിടം വരെ ചെയ്ത് ഇവിടം വരെ എത്തി. അമ്മേ, ഇപ്പോൾ വെയില് എൻ്റെ അയ്യോ എൻ്റെ അമ്മ. നല്ല ഇടിയിടിച്ച് തല നല്ല ഇടിയിടിച്ച് ഗൈസ്. ദൈവമേ, തല നല്ല ഇടിയിടിച്ച്. അയ്യോ നല്ല ഇടിയിടിച്ച്. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പം നിൽക്കണേ ഈ കല്ലിലാണ് ഇടിച്ചത്. എൻ്റെ ദൈവമേ, എടുക്കാത്ത വേദന. ഇപ്പം എൻ്റെ ബ്രെയിൻ ഫുള്ളും പോകുമെന്നാണ് തോന്നണം. അതെ, പിന്നെ ഈ മസ്തിഷ്ക സൂര്യനില്ലേ അത് നമ്മളുടെ ബ്രെയിനിനെയാണ് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്താൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പോകാനേ പറ്റൂല. അങ്ങനെ ഇറങ്ങി രാത്രി 11 മണിയായി. ഇതെന്തിങ്ങനെ ലൈറ്റ് കത്തണം? അയ്യോ, മസ്തിഷ്ക സൂര്യൻ ഗൈസ്, മസ്തിഷ്ക സൂര്യൻ. അയ്യോ, ഇവിടെ എവിടെയോ ഉണ്ടല്ലോ മസ്തിഷ്ക സൂര്യൻ. എൻ്റെ ഉമ്മേ, എന്താണ് ഗൈസ് ഞാൻ ഈ കാണുന്നത്? മസ്തിഷ്ക സൂര്യനാ? എൻ്റെ ലോകം, എനിക്ക് ഇനി ഇത് കാണാൻ വയ്യ ഗൈസ്. എന്ത് ചെയ്യാനാ? മസ്തിഷ്ക സൂര്യൻ വന്ന് ഗൈസ്. മസ്തിഷ്ക സൂര്യൻ വന്ന്. ഇനി ഒരു ദിവസം രാവിലെ മസ്തിഷ്ക ചന്ദ്രനും വരും. അതുകൊണ്ട് വേറെ ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ഇല്ലേ ഇവിടെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വൈനപ്പാവും. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ബെല്ലൈക്ക് അടിക്കാത്തവർ ബെല്ലൈക്ക് അടിച്ചോ, താഴെ വൈസ് ചെയ്യൂ. പിന്നെ ഇല്ലേ സപ്പോർട്ട് ചെയ്തോ, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോ, ഷെയർ അടിക്കാത്തവർ ഷെയർ അടിച്ചോ, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്തോ, എല്ലാം ചെയ്തോ ഗൈസ്. അപ്പം ഇല്ലേ ഈ മസ്തിഷ്ക സൂര്യൻ നമ്മളുടെ ലോകത്തിനെ വളയുന്നതിന് മുമ്പ് ഞാനില്ലേ എൻ്റെ വീടിൻ്റെ മേളിലത്തെ ആ ജിമ്മിനെ ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്കങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂല.
എനിക്ക് പറ്റൂല. എൻ്റെ മസ്തിഷ്ക ഗൈസ് വീഡിയോ എത്ര ഉള്ളൂ? അല്ല ഗൈസ് വീഡിയോ എത്ര ലൈക്ക് സോ എല്ലാം ചെയ്തോ ഗൈസ്. പിന്നെ 9129 അടിക്കട്ടെ. ഓ പിന്നെ അതടിച്ച് ഇൻഫിനിറ്റി ഹെൽത്ത് കിട്ടി. എൻ്റെ ദൈവമേ ഗൈസ്. അമ്മേ ഞാൻ മസ്തിഷ്ക സൂര്യനെ നോക്കി നിൽക്കാം. പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ദിവസം രാവിലെ ഇല്ലേ മസ്തിഷ്ക ചന്ദ്രനും വരും. മസ്തിഷ്ക ചന്ദ്രനും വരും ഒരു ദിവസം രാവിലെ. ആ ചന്ദ്രൻ അങ്ങനെ മിന്നിക്കത്തും. അങ്ങനെ മസ്തിഷ്ക സൂര്യൻ വന്ന് എനിക്ക് സങ്കടമേ ഉള്ളൂ. മസ്തിഷ്ക സൂര്യൻ വന്നപ്പം എന്താ ഗൈസ് വീഡിയോ എത്ര ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലേക്ക് അടിച്ച് താറ്റ പൈസ